അപ്രതീക്ഷിതമായാണ് ഷൈൻ ടോം ചാക്കോയുടെ അപ്പൻ CP ചാക്കോ മരണം സംഭവിക്കുന്നത്. അയൽക്കാരോടും മറ്റും യാത്ര പറഞ്ഞ് മകന്റെ ചികിത്സയ്ക്കായി ബാംഗ്ലൂരിലേക്ക് വളരെ സന്തോഷത്തിലാണ് അദ്ദേഹം മക്കൾക്കൊപ്പം പോയത്. എന്നാൽ ആ യാത്ര അദ്ദേഹത്തിന്റെ അവസാനത്തെ യാത്രയാകുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. സേലത്തിനടുത്ത് വെച്ച് അവർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു. ചിരിച്ച മുഖവുമായി യാത്ര പറഞ്ഞു പോയ ചാക്കോ പിന്നീട് നാട്ടിലേക്ക് തിരികെ എത്തിയത് ചേതനയറ്റ ശരീരവുമായാണ്. ചാക്കോയുടെ മരണത്തിൽ ഒരു നാട് മുഴുവൻ തേങ്ങുകയാണ്. അപ്പന്റെ ശരീരത്തിനരികെ ചേട്ടൻ ഷൈൻ പൊട്ടിക്കരയുമ്പോൾ ഒരു തുള്ളി കണ്ണീരൊഴുക്കാതെ അനിയൻ ജോൺ ടോം ചാക്കോ അപ്പന്റെ അടുത്തു നിന്നത് ഒരു തുള്ളി കണ്ണീർ പോലും കാണിക്കാതെയാണ്. ഉള്ളിൽ വേദന കത്തിയിരിക്കുന്നുവെങ്കിലും അതൊന്നും മുഖത്ത് പ്രകടമാകാതെ ആ ദുഃഖം മുഴുവൻ മനസ്സിൽ ഒതുക്കിയിരിക്കുകയാണ് ജോൺ. അപ്പന്റെ വിടവാങ്ങൽ അതിയായ വേദനയാണെങ്കിലും ഈ സമയത്ത് താനെങ്കിലും ഉറച്ചു നിൽക്കണമെന്നാണ് അവന്റെ തീരുമാനം. കാരണം താനും ഉള്ളിൽ തളർന്നു വീണാൽ തന്റെ ചേട്ടനും അമ്മയും സഹോദരിമാരും ആശ്വാസമില്ലാതെ അവശരായി പോകുമെന്ന് ജോണിന് മനസ്സിലായതാകാം. അതാണ് അവന്റെ കണ്ണുകളിലെ ആ നിസ്സംഗതയുടെ കാരണം. ഒരു നിമിഷം പോലും കണ്ണീർ പൊഴിക്കാതെ ഉള്ളിൽ അവന്റെ മനസ്സ് മുഴുവൻ പൊള്ളുകയാണ്. അപ്പന്റെ ശവം മുൻപിൽ നിൽക്കുമ്പോൾ കണ്ടതൊരു തണുത്ത ശരീരമല്ല, മറിച്ച് എന്നും ചിരിച്ചും ആശ്വസിപ്പിച്ചും ജീവിച്ചിരുന്ന തന്റെ അപ്പനെയാണ്. കടന്നുപോയ കാലത്തെ ഓർമ്മകൾ ഒന്നാകെ മനസ്സിൽ ഒഴുകിയെത്തുന്ന കുട്ടിക്കാലം, വീട്ടിലെ നർമ്മം നിറഞ്ഞ സമയങ്ങൾ, അപ്പൻ കൈപിടിച്ചു കൊണ്ടുപോയ സ്കൂൾ ദിനങ്ങൾ, ആദ്യം വിജയം പങ്കുവച്ച നിമിഷങ്ങളെല്ലാം മനസ്സിൽ ആവർത്തിക്കുന്നു. അതെ, കണ്ണീരില്ലാതെ നിന്ന ജോൺ അപ്പനോട് നടത്തിയ അന്തിമ വിനയമാകാം അത്. ഉള്ളിൽ എത്ര വേദനയുണ്ടായാലും കുടുംബം തളരരുത്, ഒരാളെങ്കിലും താങ്ങായി നിൽക്കണമെന്നത് ജോണിന്റെ ഉത്തരവാദിത്വമാകുകയായിരുന്നു. അതിനാലാണ് അവന്റെ കണ്ണുനീർ വറ്റിയെങ്കിലും അപ്പന്റെ ഒപ്പം മുഴുവൻ സമയവും നിൽക്കുന്നത്. പക്ഷെ ഷൈൻ അങ്ങനെ ആയിരുന്നില്ല. എല്ലാത്തിനും താങ്ങും തടലുമായി നിന്നിരുന്ന തന്റെ അപ്പൻ ഇനി ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ഷൈനിന് കഴിഞ്ഞിട്ടില്ല. ആ അപ്പന്റെ വിയോഗത്തിൽ നെഞ്ചു തകർന്നു നിൽക്കുകയാണ് ഷൈൻ. നിശ്ചലനായി കിടക്കുന്ന ആ അപ്പന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഷൈനിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ഓരോ നിമിഷവും ആ അപ്പനെ കാണുമ്പോൾ സങ്കടമടക്കാനാകാതെ വിങ്ങിപ്പൊട്ടിയാണ് ഷൈൻ അപ്പനരികെ നിൽക്കുന്നത്. ഓരോ നിമിഷവും അപ്പനെ നോക്കി നിൽക്കുമ്പോൾ ഹൃദയം കരയുകയാണ്. എത്ര ശ്രമിച്ചിട്ടും ഷൈന് തന്റെ വേദന അടക്കി നിർത്താനാകുന്നില്ല. ആരും ആശ്വസിപ്പിക്കാൻ വന്നു പറയുന്ന വാക്കുകൾ പോലും അയാളുടെ സങ്കടത്തെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. അപ്പന്റെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ, ഓർമ്മകളെല്ലാം ആകാം ഷൈനിന്റെ മനസ്സിലൂടെ ഓരോ നോട്ടത്തിലും കടന്നു പോകുന്നത്. അപ്പോഴെല്ലാം സങ്കടം പിടിച്ചു നിർത്താൻ നോക്കിയിട്ടും അതിന് സാധിക്കുന്നില്ല ആ അപ്പന്റെ പ്രിയപ്പെട്ട മകന്. എല്ലാ വേദനകളും കടിച്ചമർത്തിയാണ് ഷൈൻ അപ്പന്റെ അരികിലെത്തിയത്. സംസ്കാര ചടങ്ങിന് തൊട്ടുമുൻപായി അപ്പന് അന്ത്യചുംബനം നൽകേണ്ടുന്ന നിമിഷം ഷൈനിന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള നിമിഷമായി മാറി. അപ്പന്റെ നെറ്റിയിൽ ചുംബനം നൽകുമ്പോൾ താങ്ങാനാകാത്ത ദുഃഖം സഹിച്ചു. കണ്ണുകൾ നിറഞ്ഞെങ്കിലും കരയാതെ തന്നെ ഷൈൻ കടിച്ചമർത്തി. ശരീരത്തിലെ വേദനയും മനസ്സിന്റെ ദുഃഖവും എല്ലാം പിടിച്ചു നിർത്തി ആ ചുംബനത്തിൽ ഷൈൻ അപ്പനോട് വിട പറഞ്ഞു. ഇന്ന് രാവിലെ മണ്ണൂത്തിയിലെ വീട്ടിലേക്ക് ചാക്കോയുടെ മൃതദേഹം പൊതുദർശനത്തിനെത്തിച്ചപ്പോൾ ഇടുപ്പിന് പരിക്കേറ്റ ഭാര്യ മരിയ കിടന്ന കിടപ്പിൽ സ്ട്രക്ചറിലാണ് മരിയയെ ഭർത്താവിനെ അവസാന നോക്ക് കാണുവാൻ എത്തിച്ചത്. തല ഉയർത്തി അദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിയാതെ, അന്ത്യചുംബനം നൽകാൻ പോലും കഴിയാതെ നെഞ്ചുപൊട്ടുന്ന വേദനയിലാണ് മരിയ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞത്. ശവപേടകത്തെ തലോടി വിതുമ്പിക്കരഞ്ഞ മരിയയെ ആശ്വസിപ്പിച്ച് മകളും ഹോം നേഴ്സുമെല്ലാം അരികിൽ തന്നെ ഉണ്ടായിരുന്നു. മകന്റെ മുഖത്തേക്കും പ്രിയപ്പെട്ടവനെ മാറി മാറി നോക്കി വിങ്ങിപ്പൊട്ടുകയായിരുന്നു മരിയ. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് മരിയെ ഭർത്താവിനരികിൽ നിർത്തിയത്. വയ്യാതെ സ്ട്രക്ചർ തള്ളി നീക്കവേ മമ്മിയുടെ കൈകോർത്ത് പിടിച്ച് ഷൈൻ ആശ്വസിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു. വിങ്ങിപ്പൊട്ടിയാണ് ഷൈനും പിതാവിന്റെ മൃതദേഹത്തിനരികിലേക്ക് എത്തിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.